പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലപ്പുഴ പുന്നപ്ര വയലാറിന്റെ വിപ്ലവ സ്മരണകളുള്ള മണ്ണ്, സഖാക്കളിൽ സഖാവ് കൃഷ്ണപിള്ളയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ്, VS അച്യുതാനന്ദനും ഗൗരിയമ്മയും അടക്കം അനേകം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് ജന്മം നൽകിയ നാട്. അതോടൊപ്പം തന്നെ AK ആന്റണിയും വയലാർ രവിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള കോൺഗ്രസിന്റെ ശക്തരായ നേതാക്കളുടെ ഈറ്റില്ലം കൂടിയാണ് ആലപ്പുഴ. ഇന്ന് നമ്മൾ പരിശോധിക്കുന്ന മണ്ണും ആലപ്പുഴ തന്നെയാണ്. ആർക്കൊപ്പം നിൽക്കും ആലപ്പുഴ? യെസ്, അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ ആലപ്പുഴയിൽ ആകെ നമ്മുടെ ഗ്രാഫ് വന്നിട്ടുണ്ട് 9 എണ്ണം അല്ലെ? നിലവിൽ അത് 8 മണ്ഡലം LDF-നൊപ്പം ഉണ്ട്, 1 UDF-നൊപ്പം ഉണ്ട്. ഈ ഗ്രാഫ് പക്ഷെ നമുക്ക് ഗ്രാഫ് പരിശോധിക്കുമ്പോൾ അതല്ല, നമ്മളൊരു 3 വർഷങ്ങളുടെ കണക്കാണ് നമ്മൾ ഗ്രാഫിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 2011 മുതലുള്ള 2011 തൊട്ട് 2021 വരെയുള്ള കണക്കുകളാണ് ഈ ഗ്രാഫിലൂടെ പ്രേക്ഷകർ കാണാൻ പറ്റുന്നത്. ആ കാലങ്ങളിൽ എങ്ങനെയാണ് തുടർച്ചയായി LDF-ഉം UDF-ഉം NDA-യും ആലപ്പുഴയിൽ നടത്തിയ പെർഫോമൻസ് എന്നുള്ളതാണ് ഈ കോട്ടകൾ എന്നൊക്കെ പറയുന്നത് അത് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഈ ഗ്രാഫിനെ ഒരുപക്ഷെ കാണാം. നമുക്കറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടമൊക്കെ നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്, പക്ഷേ ആകെ മണ്ഡലങ്ങളുടെ കണക്ക് അതായത് LDF 2011 7 ഇടങ്ങളിലാണ് ജയിച്ചതെങ്കിൽ 2016 ആകുമ്പോഴേക്കും അത് 8, 2020 അത് ഒരു തുരുത്ത് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല ഉള്ളത് കൊണ്ട് ആ ഒരു തുരുത്ത്, ഒരൊറ്റ തുരുത്ത്. പക്ഷേ UDF-ന്റെ കാര്യം നോക്കൂ, UDF 2016 2 എണ്ണം, അത് 11 ഒന്ന് ചെങ്ങന്നൂരും ഒന്ന് ഹരിപ്പാടും 2 എണ്ണം. മറ്റ് പിന്നീടുള്ള കാലങ്ങളിലെല്ലാം ഓരോന്നായിട്ട് രുചീഷ് എന്ന് പറഞ്ഞ പോലെ ചെന്നിത്തല എന്നൊരു തുരുത്ത് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. NDAക്ക് ഇതുവരെയും കാര്യമായിട്ട് വേരോട്ടം ഇല്ലാത്തൊരു മണ്ണാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പം ഇത്തവണ തീർച്ചയായും, കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 2 മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തൊക്കെ ശോഭാ സുരേന്ദ്രനൊക്കെ വോട്ട് ശതമാനം കൂട്ടിയത് ഒരു വലിയ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് BDJS-ന്റെ ഒരു ശക്തി കേന്ദ്രമായ ഒരു സ്ഥലം ഒക്കെ തന്നെയാണ്. പക്ഷെ പലപ്പോഴും BDJS ആ അർത്ഥത്തിൽ വോട്ട് പിടിക്കുന്നത് കാണാറില്ല. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി അവർ അത് പ്രതീക്ഷ വെക്കുകയും ചെയ്യുന്നു. എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ മറ്റൊന്നുണ്ട്, രുചീഷ് സുരേന്ദ്രൻ 2016 21 പിണറായി സർക്കാർ വരാൻ കാരണമായ ജില്ലകളിൽ ഒന്നുകൂടിയാണ്. ഒരു തർക്കമില്ല, കാരണം ആ സീറ്റുകളുടെ എണ്ണം അത് ആ അർത്ഥത്തിൽ തന്നെയാണ്. എന്തായാലും നമ്മൾ ആ കണക്കുകൾ അങ്ങനെ പരിശോധിച്ചു. വളരെ ശക്തിയേറി ഒരു മത്സരം നടക്കുന്ന മണ്ണ് കൂടിയാണ് ആലപ്പുഴ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. നമുക്ക് ഇനിയിപ്പം ആലപ്പുഴയെ കുറിച്ച് കൂടുതൽ ഇങ്ങനെ വിശദമായി പറയുന്നതിന് മുൻപ് തന്നെ 9 നിലവിലെ കാര്യങ്ങൾ, നിലവിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് കാര്യമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. പിന്നെ ഓരോയിടത്തും ഇടതുമുന്നണിയെ സംബന്ധിച്ച് സിറ്റിംഗ് MLA-മാർ തന്നെയാണ് എല്ലായിടത്തും. അത് ഈ കോൺഗ്രസിന്റെ കാര്യത്തിലും, അതായത് ആലപ്പുഴയുടെ ഒരു പ്രത്യേകത 9 മണ്ഡലങ്ങളുടെ 9 മണ്ഡലത്തിലും സിറ്റിംഗ് MLA-മാർ അവിടെ മത്സരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ പത്തനംതിട്ടയിലാണ് അത് നേരത്തെ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്. അപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നമുക്ക് പത്തനംതിട്ടയോട് അടുത്ത ആ മണ്ഡലങ്ങൾ തന്നെ വിശദമായി പറഞ്ഞ് അങ്ങ് തുടങ്ങിയതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യത്തെ മണ്ഡലം അത് ചെങ്ങന്നൂർ മന്ത്രിമണ്ഡലമാണ്. സജി ചെറിയാൻ, നമുക്ക് ആ കണക്കുകളിൽ കാണാം. 32,093 വോട്ടിന് സജി ചെറിയാൻ വിജയിച്ച മണ്ഡലം. നമുക്ക് ചെങ്ങന്നൂർ ഒരു കാലത്ത് അത് UDF-ന്റെ കോട്ടയായി വിലയിരുത്തപ്പെട്ട മണ്ഡലമാണ്. 2001 മുതലൊക്കെ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഇടതുപക്ഷം വിജയിക്കുന്നു എന്നത് മാത്രമല്ല, സജി ചെറിയാൻ അതൊരു ഇടത് കോട്ടയാക്കി മാറ്റി എന്നതാണ്. അല്ല, UDF അതിനു മുൻപ് രാമേന്ദ്രൻ നായർ പിടിച്ചു. പക്ഷെ അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ ഭൂരിപക്ഷം വല്ലാതെ ഉയർത്തി എന്നതാണ് ഇതിന്റെ ശ്രദ്ധേയമായ കാര്യം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഒരു ഭൂരിപക്ഷത്തെക്കാൾ 10,000 വോട്ടിന് ഏറെ കൂടുതൽ നേടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. എന്തായാലും എബി കുര്യാക്കോസിനെ സംബന്ധിച്ച് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. ഓരോ ആളുകൾ, ഒരു സ്ഥാനാർത്ഥിയെയും തന്നെ വിശദമായി തന്നെ പരിശോധിക്കാം എന്ന് തോന്നുകയാണ്. എന്തായാലും സജി ചെറിയാന്റെ ആ ഭൂരിപക്ഷം അത് ചെങ്ങന്നൂരിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ സജി ചെറിയാനെ വീഴ്ത്താനാകുമോ UDF-ന് എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. CPM സ്ഥാനാർത്ഥിയായി ഇത്തവണ സജി ചെറിയാൻ തന്നെ ഉണ്ട്. എബി കുര്യാക്കോസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അതോടൊപ്പം BJP-ക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സ്ഥാനാർത്ഥി MV ഗോപകുമാർ. നമ്മൾ സന്ദീപ് വാചസ്പതിയൊക്കെ പ്രതീക്ഷിച്ചതാണ്, പക്ഷേ അവസാനം MV ഗോപകുമാറിലേക്ക് തന്നെ. നേരത്തെ കോൺഗ്രസിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിച്ച ആ മണ്ഡലത്തെ സജി ചെറിയാൻ തന്നെയാണ് ആ ഇടത്ത് കോട്ടയാക്കി അതിനെ മാറ്റിയത്. നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ ശോഭന ജോർജും പിന്നീട് തുടരെ 2 വട്ടം PC വിശ്വനാഥും ജയിച്ച മണ്ഡലമാണ് 2016 KK രാമചന്ദ്രൻ നായരിലൂടെ CPIM ജയിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2018 ഈ സജി ചെറിയാൻ പിന്നീട് വീണ്ടും ആ മണ്ഡലം പിടിച്ചെടുത്ത് വരുന്നതും ഈ പറയുന്ന പോലെ 32,093 വോട്ടിന് അദ്ദേഹം ജയിക്കുന്നതും UDF കോട്ട ഈ രീതിയിൽ ഒരു വലിയ മാർജിനിൽ ജയിക്കുന്നത്
സജി ചെറിയാന്റെ സ്വാധീനം കൊണ്ട് തന്നെയാണെന്നുള്ളതാണ് ഈ ചെങ്ങന്നൂർ അദ്ദേഹം ആലപ്പുഴയുടെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന തലത്തിലൊക്കെ പ്രവർത്തിച്ച ഒരു പരിചയം അദ്ദേഹത്തിനുണ്ട്. നമ്മൾ സാമുദായിക സമവാക്യം കൂടെ നോക്കണമല്ലോ. തീർച്ചയായും ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും പറയുമ്പോഴും അത് എടുത്തു പറയേണ്ടതാണ്. സാമുദായിക സമവാക്യമൊക്കെ നിർണായകമാകുന്ന ഒരു മണ്ഡലം എന്നത് തന്നെയാണ് ചെങ്ങന്നൂരിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുക. കഴിഞ്ഞ തവണ ഏവരെയും ഞെട്ടിക്കുന്ന ഭൂരിപക്ഷമാണ് സജി ചെറിയാൻ കിട്ടിയത് എന്നതാണ്. അതിനെ കവച്ചു വെക്കാൻ ഒരുപക്ഷെ നമുക്ക് പറയും ഈ സാമുദായിക സമവാക്യമൊക്കെ കവച്ചു വെക്കുന്ന തരത്തിൽ ഒരാൾ മുന്നേറുന്നത് അവരുടെ വ്യക്തിപ്രഭാവം എന്ന അർത്ഥത്തിൽ തന്നെ പറയാം. എ ബി കുര്യാക്കോസിന്റെ മണ്ഡലം തിരിച്ചുപിടിക്കാം എന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. എ ബി ഒരു മാർത്തോമ വിഭാഗക്കാരനായ ഒരാൾ കൂടിയാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ വോട്ട് ശതമാനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. 32% നായർ വോട്ടും അതോടൊപ്പം 30% ക്രിസ്ത്യൻ വോട്ടുമുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ആണ് ഈ സാമുദായിക സമവാക്യം ആ അർത്ഥത്തിൽ ശ്രദ്ധേയമാകുന്നത്. 24% ഈഴവ വോട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഗോപകുമാറിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നതുകൂടിയാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സാമുദായിക സമവാക്യവും ഇതൊക്കെ പറയുമ്പോൾ പോലും നമുക്കറിയാം ഇത് പലപ്പോഴും നമ്മൾ ശക്തരായ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധേയമാകുന്ന പോരാട്ടം നടക്കുന്ന സ്ഥലമായിരുന്നു ചെങ്ങന്നൂർ. എപ്പോഴും ഏതെങ്കിലും വരുന്ന MLA-മാരൊക്കെ ആ അർത്ഥത്തിൽ സംസ്ഥാനത്തുടനീളം ശ്രദ്ധേയമായ ഒരു മത്സരം കാഴ്ചവെച്ച ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ആളാണ്. ചെങ്ങന്നൂരിൽ മത്സരം കടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം നമ്മൾ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമല വിഷയം ഇത്തവണ ശബരിമല വിഷയം ചർച്ച ചെയ്യുന്ന മണ്ഡലം. ശബരിമല പറയണമെങ്കിൽ ഒരു 32% നായർ വോട്ടുള്ള 30% ക്രിസ്ത്യൻ വോട്ടുള്ള ഇപ്പൊ രുചിത് സുരേന്ദ്രൻ പറഞ്ഞ പോലെ 24% ഈഴ വോട്ടുള്ള ഒരു മണ്ഡലം. ആ വോട്ടിംഗ് പാറ്റേണിൽ എന്തെങ്കിലും ഒരു മാറ്റം സാമുദായിക സമവാക്യമൊക്കെ പലപ്പോഴും വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഒരു വോട്ടിംഗ് പാറ്റേണിൽ ഉണ്ടോ? ശബരിമലയ്ക്ക് എന്തെങ്കിലും ഒരു സ്വാധീനം ആലപ്പുഴയിൽ നടത്താൻ കഴിയുമോ, ചെങ്ങന്നൂരിൽ നടത്താൻ കഴിയുമോ എന്നുള്ളത് ചെങ്ങന്നൂർ എടുത്തു പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞ പോലെ പത്തനംതിട്ട ജില്ലയുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒന്നായതുകൂടെ കൊണ്ട് ശബരിമലയുടെ ഒരു സ്വാധീനം ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കിനി കാത്തിരുന്നറിയേണ്ട ഒരു കാര്യമാണ്. നിലവിൽ ഇപ്പോൾ മുൻതൂക്കമുള്ളത് സജി ചെറിയാൻ തന്നെയാണ് മുൻതൂക്കം. തർക്കമില്ല. ഭൂരിപക്ഷത്തെയൊക്കെ മറികടക്കാൻ പറ്റുന്ന 32,000 എന്നുള്ള ഭൂരിപക്ഷത്തിനെ മറികടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളത് നോക്കാം. ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ഒരിക്കൽ അദ്ദേഹത്തിന് രാജിവെച്ച് മാറേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ സ്വാധീനമൊന്നും പൂർണ്ണമായും മാറുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി തെരഞ്ഞെടുപ്പിലാണല്ലോ നമ്മൾ കാണേണ്ടത്. ഇനി രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് പോകാം. മാവേലിക്കര നിയമസഭാ മണ്ഡലം. നമ്മൾ ഈ പറയുന്നത് പോലെ MS അരുൺകുമാർ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അഡ്വക്കേറ്റ് മുത്താരരാജ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു. അജിമോൻ BJPക്ക് വേണ്ടി മത്സരിക്കുന്നു. നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ തവണ വിജയിച്ചത് അരുൺകുമാർ മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ച ഒരു മണ്ഡലമാണ്. 24,717 നമുക്ക് കാണാം ആ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. നമുക്ക് മാവേലിക്കര ഒരു ഇടതുപക്ഷം വലിയ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മണ്ഡലം തന്നെയാണ്. നിലവിലെ MLA അരുൺകുമാർ CPM സ്ഥാനാർത്ഥിയായി ഇറങ്ങുമ്പോൾ അതെന്തായാലും വലിയ ഒരു തരത്തിൽ അവർക്ക് ഒരു സ്വാധീനമുള്ള ഒരു യുവ നേതാവാണ്. അരുൺകുമാറിന് ഈ സോഷ്യൽ മീഡിയയിലടക്കം വലിയ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗമൊക്കെ ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും നമ്മൾ പലപ്പോഴും ഒരു ഡൗൺ ടു എർത്ത് ആയി ആളുകളോട് നമുക്ക് തോന്നുന്ന ഒരു സ്നേഹമുണ്ട്. അത് MS അരുൺകുമാറിന്റെ അമ്മയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. അവർ ഒരു തൊഴിലാളി സ്ത്രീ എന്ന അർത്ഥത്തിലൊക്കെ പാർട്ടി അദ്ദേഹത്തെ ഏറ്റെടുത്ത് വളർത്തിയതും അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കൊടുത്തതും ഒക്കെ പിന്നീട് ഇപ്പോഴും ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും അത് സോഷ്യൽ മീഡിയ തരംഗമാവുകയും ഒക്കെ ചെയ്തതാണ്. വളരെ മികച്ച ഒരു റെക്കോർഡുള്ള ഒരു MLA എന്ന് തന്നെ പറയാം. ആ മേഖലയിൽ വളരെ മികച്ച പ്രകടനം നടത്തിയതാണ്. എന്തായാലും അഡ്വക്കേറ്റ് മുത്താരരാജും അത്ര നിസാരക്കാരിയായ ഒരാളല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ SC വിഭാഗത്തിന്റെ AICCയുടെ കോർഡിനേഷനിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ്. അഡ്വക്കേറ്റ് എന്ന അർത്ഥത്തിൽ മാത്രമേ ഒരു പുതുമുഖത്തെ അവർ പരീക്ഷിക്കുന്നു എന്നത് തന്നെയാണ്. ഒരു മികച്ച മത്സരം കാഴ്ചവെക്കാൻ പറ്റും എന്ന് കോൺഗ്രസും പ്രതീക്ഷ പുലർത്തുന്ന ഒരു ആൾ കൂടിയാണ്. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ 30,000-ന് മുകളിൽ വോട്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയ ഒരു സ്ഥലമാണ് മാവേലിക്കര. അത് എടുത്തു പറയേണ്ടത്. കാരണം നമുക്ക് ആലപ്പുഴയിലെ വോട്ടിംഗ് ശതമാനം മാറുന്നത് ഈ അർത്ഥത്തിലാണ്. പലപ്പോഴും 5,000, 4,000 എന്നൊക്കെ പറഞ്ഞ് BJP ഉണ്ടായിരുന്ന ഒരു വോട്ടിംഗ് ശതമാനം ആലപ്പുഴയിലെ ചില മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ചെങ്ങന്നൂർ അല്ലെങ്കിൽ മാവേലിക്കര പോലുള്ള മണ്ഡലങ്ങളിൽ അതിവേഗം വോട്ട് മാറുന്നതാണ് കണ്ടത്. അത് വലിയ സ്ഥാനാർത്ഥികളൊന്നും മത്സരിച്ചപ്പോഴല്ല ഈ മാവേലിക്കരയിൽ ഈ മാറ്റം വന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് എന്തായാലും അജിമോൻ എത്ര വോട്ട് പിടിക്കും? നമ്മൾ ഈ പറഞ്ഞതുപോലെ മികച്ച ഭൂരിപക്ഷത്തിൽ അരുൺകുമാർ ജയിച്ച ഒരു മണ്ഡലമാണ്. അതിൽ എന്തെങ്കിലും സ്വാധീനമൊക്കെ മാറാൻ സാധ്യതയുണ്ടോ എന്നതാണ് നമ്മൾ നോക്കുക. പ്രത്യേകിച്ച് ഇനി ഈ വോട്ടിംഗ് പറഞ്ഞിട്ടും മാത്രം നമുക്ക് പോകാനാവില്ല. കാരണം നമുക്കറിയാം ഭരണവിരുദ്ധ വികാരമുണ്ടോ, ഏത് തരത്തിൽ അതുണ്ട് എന്നതൊക്കെ അറിയേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിലാണ്. പക്ഷേ എന്തായാലും
അജിമോന്റെ പിന്നെ ആലപ്പുഴയുടെ കാര്യത്തിൽ നമുക്ക് പൊതുവെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായിട്ട് കൂട്ടി വായിച്ച് പറയാൻ പറ്റും. ആലപ്പുഴ പൊതുവെ ഇപ്പൊ കൊല്ലം പറയുന്ന പോലെ തന്നെയാണ് ഈ ഇടത് മുന്നണിക്ക് അതീവ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ആ കോട്ടകളൊക്കെ പൊളിച്ചായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ UDFന്റെ പ്രകടനമൊക്കെ. അതൊക്കെ ഇനി 10 വർഷത്തെ ഭരണമാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആളുകൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളത്. പക്ഷെ നിലവിൽ MS അരുൺകുമാർ എന്ന് പറയുന്ന ഒരു യുവ നമ്മൾ പലപ്പോഴും പറയുന്നത് അതാണ്, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും MLA-ക്കാണല്ലോ വോട്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു MLA-ക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ MLA-യുടെ ഒരു ജനപ്രീതി ഏത് തരത്തിൽ ഇടിഞ്ഞിട്ടുണ്ട് എന്നത് കൂടി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ഇത്. ആകെ മൊത്തം ഇലക്ഷനെ വിലയിരുത്തിയാൽ പോലും അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് MS അരുൺകുമാറിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇടതുപക്ഷം വച്ച് പുലർത്തുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്തേക്ക് പോവാം. മാവേലിക്കര പോയിട്ട് അടുത്തത് കായംകുളം വരട്ടെ അല്ലെ. കായംകുളം ഇത്തവണ വളരെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൂടി പരിശോധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അല്ലെ. യു പ്രതിഭയാണ് CPIM-ന് വേണ്ടി ഈ കായംകുളത്ത് മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA ആണ് യു പ്രതിഭ. M ലിജു ആണ് കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ഈ ഒരു ഫൈറ്റ് കൊടുക്കാൻ, യു പ്രതിഭയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത്. തമ്പി മേട്ടുത്തറയാണ്. BDJS ആണ് അവിടെ ഈ കായംകുളത്ത് NDA-ക്ക് വേണ്ടി BDJS മത്സരിക്കുന്നത്. നിലവിൽ യു പ്രതിഭ ജയിച്ചത് 6298 വോട്ടിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു പ്രതിഭ ജയിച്ചത്. ഇപ്പം നമുക്കറിയുന്ന പോലെ ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ വിവാദം എന്ന് പറയുന്നത് യു പ്രതിഭയെ ലീഗ് നേതാവായ ഇർഷാദ് അപമാനിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കേസ്. അത് നടപടികളിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിലടക്കം യു പ്രതിഭ വികാരാധീനയായി സംസാരിക്കുന്നതും ഒക്കെ നമ്മൾ കേട്ടു. മണ്ഡലത്തിലെ സജീവ ചർച്ചകളിലൊന്നും അത് തന്നെയാണ്. സംസ്ഥാനമാകെ തന്നെ അത് വലിയ ചർച്ചയായി. പ്രത്യേകിച്ച് UDF-ന് അത് പെട്ടെന്ന് ഇടപെടേണ്ടി വന്നു. അത് നമുക്ക് അറിയാം. കാരണം ഈ വിഷയത്തിൽ, പക്ഷെ ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് UDF-ന് അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ഈ ഒരാൾ ഒരു തെറ്റ് ചെയ്തു, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ നടപടികളിലേക്ക് പോയത് വളരെ വേഗത്തിലാണ് പോയത്. അത് മുസ്ലിം ലീഗ് അവരുടെ പ്രാഥമിക അതിനെ ഒന്ന് പറഞ്ഞ് ഒന്ന് പെരുപ്പിക്കാൻ ഒരു സമയം കൊടുക്കാതെ മുസ്ലിം ലീഗ് തന്നെ ആദ്യ ഘട്ടത്തിൽ നടപടിയെടുത്തു. ആ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. UDF ആകട്ടെ അവരുടെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. M ലിജു ഉടൻ തന്നെ ഇടപെട്ട് ആ വിഷയത്തെ അപലപിച്ചുകൊണ്ട് സംസാരിച്ചു. ഉമാ തോമസ് സംസാരിച്ചു. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇതല്ല അവസ്ഥ. സോഷ്യൽ മീഡിയയിൽ UDF-ന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ മറ്റ് പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോഴും യു പ്രതിഭയ്ക്കെതിരെ ഒരു സൈബർ ഇടത്തിൽ ഒരു ആക്രമണം ആ തരത്തിൽ തുടരുന്നുണ്ട്. പക്ഷേ നേതൃത്വ തലത്തിൽ കുറച്ചുകൂടി ഇടപെടലായിരുന്നു ഈ വിഷയത്തിൽ. മാത്രമല്ല, ഈ വിവാദം നടന്നതിന്റെ അന്ന് തന്നെ വൈകുന്നേരം ഇവർ രണ്ടുപേരും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയും M ലിജു നേരിട്ട് ഇവരോട് ക്ഷമ ചോദിക്കുന്നതും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതും ഒപ്പം നമ്മൾ കണ്ടു. M ലിജുവിലേക്ക് ഇനി വരികയാണെങ്കിൽ ഈ തുടരെ പരാജയം അറിഞ്ഞ KPCC വൈസ് പ്രസിഡന്റ് കൂടിയാണ് M ലിജു. പിന്നെ കോൺഗ്രസിന്റെ ഏറ്റവും എടുത്ത് നിൽക്കുന്ന മുഖങ്ങളിൽ ഒന്നാണ്. കോൺഗ്രസിന് വേണ്ടി ഈ ചാനൽ ചർച്ചകളിലൊക്കെ വരികയും ഒരു വക്താവിന്റെ സ്ഥാനമുള്ള ഒരാളാണ് M ലിജു. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ സഹതാപം തോന്നും. കാരണം M ലിജു മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. തീർച്ചയായും വളരെ വർഷക്കാലമായി നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. M ലിജുവിന്റെ ഒരു പ്രകടനം അത് നമ്മൾ പലപ്പോഴും അദ്ദേഹം ചാനൽ ചർച്ചകളിൽ മാത്രമല്ല രാഷ്ട്രീയത്തിൽ അദ്ദേഹം നിരന്തരം ഇടപെടുന്നത്, ആ രീതിയിൽ ഇടപെടുന്ന ഒരാളാണ്. നല്ലൊരു റെക്കോർഡ് ആ അർത്ഥത്തിൽ പാർട്ടിയിലും ഉള്ള ഒരാളാണ്. പക്ഷേ M ലിജുവിന്റെ കാര്യത്തിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തുടരെ പരാജയപ്പെട്ടത് എപ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹം പൊട്ടിക്കരയുന്ന ഒരു ആ തരത്തിലൊരു വൈകാരികമായി പ്രതികരിക്കുന്നത്. അതും ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ എന്തുകൊണ്ടാണ് ഈ പരാജയം വന്നത് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വളരെ നമുക്ക് കാണുമ്പോൾ ഒരു സങ്കടം തോന്നും. അങ്ങനത്തെ ഒരു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം BDJS-ന്റെ വോട്ട് നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലമാകും ഇത് എന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം 6298 വോട്ടിന് മാത്രമാണ് യു പ്രതിഭ ജയിച്ചത്. ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യു പ്രതിഭയുടെ ഭൂരിപക്ഷം കുറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ആ റെക്കോർഡ് ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ 2021 എങ്ങനെയായിരുന്നു, 2016 എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം കൂടി പ്രേക്ഷകരിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോഴായിരിക്കും ഈ BDJS അല്ലെങ്കിൽ NDA-ക്ക് ഈ കായംകുളം മണ്ഡലത്തിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുക. ഇപ്പൊ രജിഷ് പറയുന്നത് 2021 നോക്കാം. തീർച്ചയായും 2021 ആയപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടത് ഈ വോട്ട് കുറഞ്ഞതാണ് കാണുന്നത്. ഈ ഭൂരിപക്ഷം വളരെയധികം കുറഞ്ഞു, 6298 ആയി കുറഞ്ഞു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് തുടക്കത്തിൽ കഴിഞ്ഞ 2014 BDJS 20,000 വോട്ട് മണ്ഡലത്തിൽ പിടിച്ചു. അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു റെക്കോർഡ് നമ്മൾ പറയുന്നത്. 2014 20,000 പിടിച്ചു. പക്ഷേ അത് 2021 ആയപ്പോൾ അത് 11,000 കുറഞ്ഞു. BDJS-ന്റെ വോട്ട് കുത്തനെ കുറഞ്ഞു. പക്ഷെ അവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം
എം ലിജു ആയിരുന്നു 2016 ഉണ്ടായിരുന്നു. 2016 നിന്ന് എം ലിജു പിടിച്ചതിനേക്കാൾ 10,000 വോട്ട് ഹരിതാ ബാബു 2021 പിടിച്ചു. സ്വാഭാവികമായി ഈ വോട്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യു പ്രതിഭയുടെ വോട്ട് കൂടി. യു പ്രതിഭയുടെ വോട്ട് 5000-ഓളം വോട്ട് കൂടിയിട്ടും യു പ്രതിഭയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. അതായത് BDJs ഏത് രീതിയിൽ വോട്ട് പിടിക്കുമെന്നത് അതിനാണ് ഇവിടുത്തെ വിജയികളെ തീരുമാനിക്കുന്നത്. ചുരുക്കം അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ BDJs 2016 പിടിച്ച വോട്ടിൽ നിന്നും 10,000 വോട്ട് കുറഞ്ഞായിരുന്നു അവർക്ക് 2021 നേടാൻ കഴിയത്. 2016 എം ലിജു പിടിച്ച വോട്ടിൽ നിന്നും 10,000 വോട്ട് 2021 ഹരിതാ ബാബുവിന് കിട്ടി. എന്നാൽ അപ്പോൾ ഈ വോട്ട് പോയത് ഈ 10,000 ഏകദേശം ഷിഫ്റ്റ് എന്ന് പറയാം. യു പ്രതിഭയ്ക്കും അത് വോട്ട് കൂടിയിട്ടും ഭൂരിപക്ഷം കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണണം ഈ BDJs ഇത്തവണ ഉണ്ടാക്കുന്ന സ്വാധീനം. അത് വളരെ ആലപ്പുഴയിൽ നമ്മൾ പറയേണ്ടത് ശോഭാ സുരേന്ദ്രൻ വന്നതിന് ശേഷമുള്ള ഒരു വോട്ട് ഷിഫ്റ്റ് ഏത് തരത്തിലാണ് എന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് വ്യക്തമാവുക എന്നത് പറയേണ്ടതാണ്. ഇനി നമ്മൾ അടുത്ത മണ്ഡലത്തിലേക്ക് ഏറ്റവും ശ്രദ്ധേയമായ സ്റ്റാർ മണ്ഡലത്തിലേക്ക് പോകാം. ഹരിപ്പാട് നമുക്ക് അറിയാം, രമേശ് ചെന്നിത്തല കോൺഗ്രസിന്റെ ഒരേ ഒരു തുരുത്ത് അദ്ദേഹം ഇത്തവണയും മത്സരിക്കും, തുടർച്ചയായി മത്സരിക്കുന്നതാണ്. TT ജിസ്മോൻ, അത് CPIയുടെ സ്ഥാനാർത്ഥി, അത് AYFന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ജിസ്മോൻ മത്സരിക്കുന്നു. സന്ദീപ് വാചസ്പതി BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. എന്തായാലും രമേശ് ചെന്നിത്തല ജയിച്ച മണ്ഡലമാണ്. 13,666 വോട്ടിന് രമേശ് ചെന്നിത്തല ജയിച്ച ഒരു മണ്ഡലം തന്നെയാണ്. നമ്മൾ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യം അടുത്ത മുഖ്യമന്ത്രി ആരാകും എന്ന് കോൺഗ്രസിന്റെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം തന്നെയാണ് രമേശ് ചെന്നിത്തല. നമുക്കറിയാം, വളരെ ചെറിയ പ്രായത്തിൽ 27 വയസ്സിൽ മന്ത്രിയായ ഒരാളാണ്. അന്നു മുതൽ അതിനുശേഷം KPCC അധ്യക്ഷനായ ആളാണ്. പിന്നീട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞതിന് ശേഷം പ്രതിപക്ഷ നേതാവായി. എല്ലാ തരത്തിലും പ്രകടനം 2016 ഭരണം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് രമേശ് ചെന്നിത്തലയായിരുന്നു. അതെ, സാധാരണ കീഴ്വഴക്കം അങ്ങനെയുള്ളൂ. പ്രതിപക്ഷ നേതാവ് പിന്നീട് മുഖ്യമന്ത്രിയാകുന്നതാണ്. 2021 ഒരുപക്ഷെ ഭരണം കിട്ടിയിരുന്നെങ്കിൽ വരേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു. എന്തായാലും ആ അർത്ഥത്തിൽ വലിയ ഒരു മത്സരം നമ്മൾ. പക്ഷേ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പലപ്പോഴും നമ്മൾ വലിയ നേതാക്കളുടെ മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം നോക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. 18,000-ൽ നിന്ന് 13,000 കുറയുന്നതാണ് കണ്ടത്. പലപ്പോഴും ഈ ഹരിപ്പാട് വലിയ മത്സരം നടക്കുന്നുമുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ മണ്ഡലം എന്ന രീതിയിലൊന്നും ആലപ്പുഴയിൽ എന്തായാലും ഉള്ളത്. ആലപ്പുഴയിലെ നേതാക്കൾ എന്തായാലും ആ അർത്ഥത്തിൽ ഒരു ഫൈറ്റ് എപ്പോഴും അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ ശ്രദ്ധിക്കേണ്ട. സന്ദീപ് വാചസ്പതിക്ക് ഇവിടെ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയുമോ? തീർച്ചയായും. സന്ദീപ് വാചസ്പതി എന്ന് പറയുമ്പോഴത്തേക്കും BJPയിലെ പൊളിറ്റിക്സ് ശ്രദ്ധിക്കുന്നവർക്കിടയിലൊക്കെ വളരെ സ്വാധീനമുള്ള, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ്. എനിക്ക് തോന്നുന്നത് BJPയുടെ വോട്ട് പൂർണ്ണമായും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ വോട്ട് ഷിഫ്റ്റ് വളരെ കുറവായിരിക്കും. ആ അർത്ഥത്തിൽ നമ്മൾ ഒരുപക്ഷെ ഒരു ദുർബല സ്ഥാനാർത്ഥിയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന വോട്ട് ഷിഫ്റ്റ് ഒരു സാഹചര്യത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഭൂരിപക്ഷമുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തിന് വളരെ പ്രത്യേകതയുമുണ്ട്. പ്രത്യേകിച്ച് ജിസ്മോൻ വരുന്ന സമയത്ത് AYFന്റെ യൂത്ത് വിഭാഗത്തിനൊക്കെ വലിയ അർത്ഥത്തിൽ അവരുടെ യുവാക്കൾ മുഴുവൻ ഇറങ്ങി പ്രവർത്തിക്കാൻ തന്നെ ഒരു ആവേശം നൽകുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന അർത്ഥത്തിൽ കൂടി പറയാം. നിലവിൽ രമേശ് ചെന്നിത്തലയ്ക്കാണ് മുൻതൂക്കം. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഈ 13,666 ഭൂരിപക്ഷം അത് കുറയുമോ അതോ കൂടുമോ എന്നുള്ളത് ഇനി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. മികച്ച, അതെ, നല്ലൊരു മത്സരം ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹരിപ്പാട്. ഇനി നമ്മൾ നേരെ പോകുന്നു കുട്ടനാട്ടേക്ക് പോകും. അല്ലെ, കുട്ടനാട്ട് നിയമസഭാ മണ്ഡലത്തെ നമ്മൾ നോക്കിയാൽ തോമസ് കെ തോമസ് ആണ് കർഷക മണ്ഡലമാണ്. പറയാം, തോമസ് കെ തോമസ് നേരത്തെ തോമസ് ചാണ്ടി ഉള്ള സമയത്തും തുടർച്ചയായി അവിടെ ജയിക്കുന്ന മണ്ഡലമാണ്. റെജി ചെറിയാൻ വരുന്നു, കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. സന്തോഷ് ശാന്തി BDJsന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. ഇവിടെയും ഏറ്റവും ഭൂരിപക്ഷമാണ് പ്രശ്നം. കാരണം 5,516 നമ്മൾ ചില മണ്ഡലങ്ങൾ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നമ്മൾ ഈ 99 സീറ്റിലേക്ക് LDF വന്നു എന്ന് പറയുമ്പോഴും ജയിച്ച മണ്ഡലങ്ങൾ ഈ അർത്ഥത്തിലാണ്. വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ അത് എല്ലാ തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമാണ്. പക്ഷേ അത് ഇത്തവണ ഇത്തരം മണ്ഡലങ്ങളാണ് UDF വളരെ ശ്രദ്ധിക്കുന്നത്. കാരണം ഈ മണ്ഡലങ്ങൾ പിടിച്ചാൽ ഭരണത്തിലേറാം എന്നതാണ് UDFന്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് ഇത്തരം മണ്ഡലങ്ങളിൽ UDF കാര്യമായി തന്നെ എന്തെങ്കിലും മാജിക് നടക്കുമെന്ന് നോക്കിയിടാൻ ഇപ്പൊ നിലവിൽ ഈ ഇവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. തോമസ്, പക്ഷേ കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയൊക്കെ കോൺഗ്രസ് ഒരു ശ്രമം തുടക്കത്തിൽ നടത്തി. പക്ഷേ കേരള കോൺഗ്രസ് വളരെ പണിപ്പെട്ടാണ് അത് 8-ൽ നിന്ന് ഒതുങ്ങാം എന്ന തീരുമാനമെടുത്ത് അവർ എന്തായാലും
പിടിച്ചു നിർത്തിയത്, കുട്ടനാട് നൽകില്ല എന്ന ആവശ്യത്തിൽ പിടിച്ചു നിർത്തിയത്. എന്തായാലും ഒരു നല്ല മത്സരം ഈ അർത്ഥത്തിൽ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മറ്റൊരു മണ്ഡലം, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മണ്ഡലം, അത് അമ്പലപ്പുഴ. അത് ഒരുപക്ഷെ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കേണ്ടത്. ജസ്റ്റ് പറഞ്ഞു പോകാം. എച്ച് സലാം CPIന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നമുക്കറിയാം സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമ്പോൾ UDFന്റെ പിന്തുണയോടെ വരുന്നു. അരുൺ അനിരുദ്ധൻ BJP സ്ഥാനാർത്ഥിയായി വരുന്നു. വിജയം എച്ച് സലാം കഴിഞ്ഞ തവണ 11,125 വോട്ടിന് ജയിച്ചത്. എന്തായാലും ഒരു കുറഞ്ഞ വോട്ടിലേക്ക് മാറിയ ഒരു നമുക്ക് അമ്പലപ്പുഴ കുറച്ച് വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. ഓരോ സ്ഥാനാർത്ഥികളെയും കുറിച്ച് പറയേണ്ടതുണ്ട്. ഞാൻ ആലപ്പുഴയിലേക്ക് പോകട്ടെ. തീർച്ചയായും. ഓക്കെ, ആലപ്പുഴ നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും PP ചിത്തരഞ്ജനാണ് CPIMലേക്ക് ഇത്തവണയും. AD തോമസിനാണ് ഇത്തവണയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. MJ ജോബാണ് BJPക്ക് വേണ്ടി. AD തോമസിന്റെ രസകരമായ കാര്യം അത് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികൾ കൂടിയാണ് AD തോമസ്. ചിത്തരഞ്ജന്റെ കഴിഞ്ഞ വർഷത്തെ വിജയം എന്ന് പറഞ്ഞാൽ 11,644. MJ ജോബും രസകരമായി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സുധാകരനെ സ്ഥാനാർത്ഥി ആക്കിയതിന് അതിൽ പ്രതിഷേധിച്ച് 52 വർഷക്കാലത്തെ ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ഉടൻ തന്നെ BJP സ്ഥാനാർത്ഥിയായി. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വളരെ വൈകാരികമായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങി വരികയും തൊട്ടടുത്ത നിമിഷം പക്ഷേ BJP പോയി. പക്ഷേ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നത് ഒരുപക്ഷെ നമ്മൾ ഇത്രയും വർഷക്കാലം നിന്ന ആളുകൾ പൂർണ്ണമായും TK ഗോവിന്ദന്റെ കാര്യമൊക്കെ പറയുമ്പോഴാണ് 60 വർഷത്തേക്ക് ഒരു രുചീശ്വരി 60 വർഷമൊക്കെ ഒരു പാർട്ടിക്കൊപ്പം നിൽക്കാന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യായുസിന്റെ 60 വർഷം. നമ്മൾ ജീവിക്കുന്നത് ഒരു 10, 60, 70 ഒക്കെ വർഷമായിരിക്കും ഒരു മനുഷ്യൻ ഇപ്പം ജീവിക്കുക അല്ലേ. 70, 72, 80 തീരുന്ന ഒരു ആൾക്കാരൊക്കെ ആണല്ലോ. അപ്പൊ അതിലൊരു ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയം ഒരു പാർട്ടിക്കൊപ്പം നിൽക്കുകയും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം വരികയും തൊട്ടടുത്ത നിമിഷം എന്നാ പിന്നെ ഞാനിങ്ങനെ മാറുക എന്ന് പറഞ്ഞ് മറ്റൊരു മുന്നണിക്ക് ചേരുകയൊക്കെ ചെയ്യുന്ന ആ രീതിയിൽ നമുക്ക് AJ ജോബിന്റെ കാര്യവും പറയാം. 52 വർഷം എന്നൊക്കെ ചെറിയൊരു കാലയളവല്ല. തീർച്ചയായും BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. 11,644 വോട്ടിന് PP ചിത്തരഞ്ജൻ ജയിച്ച ഒരു മണ്ഡലമാണ്. അദ്ദേഹത്തെ എന്തായാലും ചിത്തരഞ്ജനിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ ആദ്യം, അതായത് സാധാരണ ഈ CPMന്റെ CPM ഒരു കേഡർ പാർട്ടിയാണല്ലോ, ഇടത് മുന്നണി എന്ന് പറയുമ്പോൾ ഒരു കേഡർ പാർട്ടിയാണ്. അപ്പം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് എപ്പോഴും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുക. അതിനുശേഷമാണ് ഔദ്യോഗികമാരുടെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ പല കാര്യങ്ങളും CPMനെയൊക്കെ സംബന്ധിച്ച് നടത്തിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്. അതിൽ ആദ്യം കേട്ട ചിത്തരഞ്ജന്റെ അതിന്റെ പിന്നിൽ ഒരു കഥ. സത്യത്തിൽ LDF നേരത്തെ തന്നെ LDFന്റെ MLA-മാരോട് എല്ലാവരോടും തന്നെ ഈ യാത്ര ഒരു ജാഥ നടത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മണ്ഡല ജാഥ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഏകദേശം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇവരാണ് സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സൂചന നൽകിയിട്ടുണ്ട്. ചില പ്രവർത്തകർ അത് അറിഞ്ഞാൽ ഉടൻ തന്നെ ആ പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. കാരണം അത് ഒരു സമയമുണ്ട്. അത് സെക്രട്ടറി പറയുന്നത് വരെ ഒരുങ്ങി നിൽക്കാനാണ് പറയുന്നത്. പക്ഷേ പോസ്റ്ററുകളൊക്കെ ഇറക്കിയത് നമ്മൾ കണ്ടു. എന്തായാലും ചിത്തരഞ്ജനിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് CPM വെച്ച് പുലർത്തുന്നത്. മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് പാർട്ടി കണക്കുകൂട്ടിയാണ്. തീർച്ചയായും ആലപ്പുഴ വിടാം. നമുക്ക് ചേർത്തലയിലേക്ക് പോകാം. ചേർത്തലയിൽ നമ്മൾ G സുധാകരനുമായി ബന്ധപ്പെട്ട് തന്നെ പറയേണ്ട മണ്ഡലമാണ്. കാരണം P പ്രസാദ് CPI സ്ഥാനാർത്ഥിയെ ഇത്തവണയും മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ അത്ര വലിയ ഭൂരിപക്ഷമല്ല. സ്ഥിരമായി ചേർത്തലയിൽ തുടർച്ചയായി ഇപ്പോൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് CPI തന്നെയാണ്. എന്തായാലും P പ്രസാദ് രണ്ടാം തവണ മത്സരിക്കുന്നു. 6,148 കഴിഞ്ഞ തവണ ജയിച്ചതാണ്. KR രാജേന്ദ്രൻ പ്രസാദ് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നു. TP അനന്തരാജ് BDJ മത്സരിക്കുന്നു. ഇതിൽ സുധാകരന്റെ കാര്യത്തിൽ കാരണം സുധാകരനുമായി ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വിയോജിപ്പ് ആദ്യം രേഖപ്പെടുത്തി ഒരു CPI നേതാവ്. CPIയുടെ വിഷയമേ ആയിരുന്നില്ല. അത് സാധാരണയിൽ അങ്ങനെയാണല്ലോ. ആ പാർട്ടിയുടെ വിഷയം നമ്മളിത് പുറത്തു നിന്ന് കണ്ടാൽ മതി എന്ന് പറയുന്നതാണ് CPIയുടെ ഒരു രീതി നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ സുധാകരന്റെ കാര്യത്തിൽ എന്തായാലും P പ്രസാദ് പരസ്യമായി തന്നെ നിലപാടെടുത്തു. P പ്രസാദിനെതിരെ സുധാകരൻ ആഞ്ഞ് അടിച്ചു സംസാരിച്ചു എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോയി UDFന് വേണ്ടി പ്രചാരണത്തിന് നിൽക്കുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്യും. ഇനി തുടർച്ചയായി അത്തരം ദിവസങ്ങൾ പ്രചാരണത്തിന് പോകുമെന്ന് തന്നെയാണ് സുധാകരൻ പറഞ്ഞത്. എന്തായാലും പരസ്യപ്പോരിലേക്ക് കാര്യങ്ങൾ എത്തിച്ച ഒരാളാണ്. കാർഷിക മേഖലയ്ക്കൊക്കെ നല്ല കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു മന്ത്രിയാണ്, ഒരു കർഷകനാണ്. ആ മേഖലയിൽ നിന്ന് വന്ന ഒരാൾ എന്ന തരത്തിൽ കൂടുതൽ ഇടപെട്ട ഒരാളാണ്. എന്തായാലും നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായി പറയുന്ന ഈ ഒരു മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത AK ആന്റണി 2001 മുഖ്യമന്ത്രി ആയപ്പോൾ ഉള്ള മണ്ഡലം കൂടിയാണ് ചേർത്തല. അതിനുശേഷം പക്ഷേ കോൺഗ്രസിന് നിലം തൊടേണ്ടി വന്നിട്ടില്ല. പിന്നീട് ഒടുവിൽ അവിടെ നിന്ന് ജയിച്ചു എന്നൊരു കോൺഗ്രസിന്റെ ആളെന്ന് പറഞ്ഞാൽ അത് മുഖ്യമന്ത്രി ആയിരുന്ന AK ആന്റണിയാണ്. തീർച്ചയായും അത് രാജേന്ദ്ര പ്രസാദിന് അത് ഏതെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് തന്നെയാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. എങ്കിൽ അതൊരു വിസ്മയമായി തീരുകയും ചെയ്യും അല്ലേ?
തീർച്ചയായും അടുത്ത അവസാനത്തെ അരൂരിലേക്ക് പോട്ടെ ഞാൻ. ഇതും കൂടെ ഉള്ളൂ, അരൂരും കൂടെ ഉള്ളൂ. നമ്മുടെ അരൂരിലേക്ക് അതിർത്തിയാണ്, വരുമ്പോഴത്തേക്കും ദലീമ ജോജോ ആണ് സിറ്റിംഗ് MLA ആണ്. CPIM-ന് വേണ്ടി ഇപ്പോഴും ദലീമ ജോജോ തന്നെയാണ്. ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസിന് വേണ്ടി വരുന്നു. അഡ്വക്കേറ്റ് PS ജ്യോതിസ് ആണ് BDJS-ന്. ദലീമ ജോജോയുടെ വിജയം 7013 വോട്ടുകൾക്കാണ് ദലീമ ഇവിടെ വിജയിച്ചത്. ദലീമ ജോജോയിൽ ഇത്തവണയും CPIM അമിതമായി പ്രതീക്ഷിക്കുന്നുണ്ട്. ഷാനിമോൾ നേരത്തെ ഈ മണ്ഡലത്തിലെ MLA ആയിരുന്നു. പിന്നെ രജേഷ് സുരേന്ദ്രൻ മോശം പ്രതീക്ഷ രണ്ട് വനിതാ നേതാക്കൾ നമുക്ക് പൊതുവെ നമുക്ക് ഇഷ്ടം തോന്നുന്ന രണ്ട് വനിതാ നേതാക്കളാണ്. കാരണം അവരുടെ പെർഫോമൻസ് അർത്ഥത്തിൽ അവര് നല്ല രീതിയിൽ ഇടപെടുന്ന രണ്ട് നേതാക്കൾ. അത് ഒരുപക്ഷെ ഇവരിൽ ആര് ജയിച്ചാലും പ്രശ്നം എനിക്ക് തോന്നുന്നില്ല. ഒരു ജ്യോതിസ് ഒരു അത്ഭുതമൊന്നും അവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. പക്ഷേ ആ വോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തവണ ഉണ്ടാകുന്നത് NDAയുടെ വോട്ട് എത്രത്തോളം പിടിക്കും എന്നത് പലപ്പോഴും നമുക്കറിയാം. 7000 വോട്ട് എന്ന് പറയാം, 7013 വോട്ട് മാറാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അത് മാത്രമേ ഉള്ളൂ. എന്തായാലും മത്സരം നടക്കുന്നത് ദലീമ ജോജോയും ഷാനിമോൾ ഉസ്മാനും തമ്മിൽ തന്നെയാണ്. അപ്പൊ ഇത് തന്നെയാണ് മണ്ഡലത്തിന്റെ ഒരു പൊതുചിത്രം അല്ലേ? തീർച്ചയായും. നമ്മൾ